ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മദ ജയകുമാർ പിടിയിൽ. തെലങ്കാനയിൽ നിന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ പിടികൂടിയത്. ബാങ്കിലെ 42 അക്കൗണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം കടത്തിയെന്നാണ് ഇയാൾക്കെതിരെ പരാതി. മദ ജയകുമാറിനെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെങ്കിലും ജോലിക്ക് കയറിയിരുന്നില്ല. വടകര ശാഖയിൽ പുതുതായി വന്ന മാനേജർ നടത്തിയ കണക്കെടുപ്പിലാണ് മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തുവരുന്നത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ സ്വർണമാണ് മുക്കുപണ്ടം വെച്ച് തട്ടിയെടുത്തത്. 2021 ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ എഡോഡി ശാഖയിൽ മദ ജയകുമാർ മാനേജറായി എത്തിയത്. ജൂലൈയിലാണ് പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം മാറ്റിയത്. വടകര ശാഖയിലെ ഇപ്പോഴത്തെ മാനേജർ ഈസ്റ്റ് പള്ളൂർ സ്വദേശി ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിൽ ആരോപണങ്ങൾ മദ ജയകുമാർ നിഷേധിച്ചിരുന്നു. ഒളിവിൽ പോയിട്ടില്ലെന്നും അവധിയിൽ പ്രവേശിച്ചതാണെന്നും മദ ജയകുമാർ വ്യക്തമാക്കി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സ്വർണമാണ് പണയം വെച്ചതെന്നും സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് കാർഷിക ഗോൾഡ് ലോൺ നൽകിയതെന്നുമായിരുന്നു മദ ജയകുമാറിന്റെ പ്രധാന വിശദീകരണം. അവധിയെടുക്കുന്ന വിവരം ഇമെയിലിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കേസിൽ തനിക്ക് ബന്ധമില്ലെന്നും മദ ജയകുമാർ പറഞ്ഞു. ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കും. മദ ജയകുമാറിനെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ.